നമസ്കാരം. ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ പുതിയൊരു വോട്ടർ ഐ ഡി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ ഫോം 6 ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നമ്മുടെ ഏജ് പ്രൂഫ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവാം, പിന്നെ ഒരു അഡ്രസ് പ്രൂഫ്, അതായത് ആധാറോ ലൈസൻസോ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവാം. പിന്നെ നമ്മുടെ വീട്ടിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ഒരു കുടുംബാംഗത്തിൻ്റെ വോട്ടർ ഐ ഡി ഡീറ്റെയിൽസും, അത് ഫാദറോ മദറോ സ്പൗസോ ആവാം, അവരുടെ വോട്ടർ ഐ ഡി ഡീറ്റെയിൽസും. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി നമ്മൾ സന്ദർശിക്കേണ്ട സൈറ്റ് eci.government.in ആണ്. ഗൂഗിളിൽ eci.government.in ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഹോം പേജിലെത്താൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ഇലക്ടേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെ ഓരോരോ ഡാഷ്ബോർഡിൽ കാണാം നമുക്ക്. ഇതിൽ നമ്മൾ ഇലക്ടേഴ്സിൽ പ്രസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഇലക്ടേഴ്സിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം രജിസ്റ്റർ ഇൻ ഇലക്ടർ റോളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഫോം 6, ഫോം 8, ഡിലീഷൻ അങ്ങനെ ധാരാളം ഓപ്ഷൻസ് കാണാം. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് എപ്പിക് ഡൗൺലോഡിനുള്ള ഓപ്ഷനുണ്ട്. ഇതിനകത്ത് നമുക്ക് പുതിയ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫോം 6 നമ്മൾ പോകേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് OTP അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് പോകാം. അല്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മുടെ നെയിമും മൊബൈൽ നമ്പറും കൊടുത്ത് വീണ്ടും ലോഗിൻ കൊടുത്ത് OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കയറുകയാണ്. ഇനി നമ്മൾ ഫോം 6 ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ട ഫോംസ് വരുവാണ്. അതിൽ നമ്മൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുന്നു, കേരള. പിന്നെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുന്നു. PC നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും ഫോം ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോമിലേക്ക് പോകണമെങ്കിൽ അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത ഫീൽഡുകളൊക്കെ എനേബിളായിട്ട് വരുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത ഫോമിലോട്ട് പോവുക. അവിടെ നമുക്ക് നമ്മുടെ പ്രസൻറ്റ് ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത്. ഫസ്റ്റ് നെയിം, സർനെയിം വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് മലയാളം താഴെ ഓട്ടോമാറ്റിക്കലി വരും. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലെറ്റേഴ്സ് മാറി മാറി കാണാൻ പറ്റും. അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കവിടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വേണ്ടത്, JPG ഫോർമാറ്റിൽ. ദെൻ നെക്സ്റ്റ് അടിച്ച് അടുത്ത ഫോമിലോട്ട് പോവുക. അവിടെ നെയിം ആൻഡ് സർനെയിം ഓഫ് എനി ഓഫ് ദി റിലേറ്റീവ്സ് ആണ്. അവിടെ നമ്മൾ ആരാണ് റിലേറ്റീവ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവരുടെ നെയിമും സർനെയിമും ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൻ്റെ സഹായം തേടാവുന്നതാണ്. അതിന് നമ്മൾ
ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് മലയാളം കിട്ടുന്നതാണ്. അതിങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. അടുത്ത ഫീൽഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ സെൽഫ് മൊബൈൽ നമ്പർ അതിനകത്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട്. ഇമെയിൽ ID അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ വരുന്നതാണ്. അവിടെ ആധാർ നമ്പർ കൊടുക്കുക. കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കണം. കാരണം നമുക്കവിടെ ആ ലെറ്റേഴ്സ് കാണാനായിട്ട് നമ്പേഴ്സ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കൊടുക്കുക, സൂക്ഷിച്ച് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. അടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടർ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇവിടെ ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അവിടെ നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഡോക്യുമെൻറ്റ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നമ്മൾ സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് PDF ഫോർമാറ്റിൽ. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. അഡ്രസ്സ് നമ്മുടെ ഹൗസ് ഓർ ബിൽഡിംഗ് നമ്പർ നമ്മുടെ ID പ്രൂഫിൽ വോട്ടർ ID വീട്ടിൽ ആരാണോ അവരുടെ വോട്ടർ IDയിൽ കറക്റ്റായിട്ട് വീട്ടു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി ടൈപ്പ് ചെയ്യുക. അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് മലയാളവും കൊടുക്കേണ്ടതുണ്ട്. മലയാളം വരുമ്പോൾ അത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ വെച്ചിട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പ്രൂഫ് ഓഫ് അഡ്രസ്സാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏതാണ്? ആധാർ ആണെങ്കിൽ ആധാർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ആധാറിൻ്റെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അടുത്ത ഫീൽഡ് നമുക്ക് ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ദെൻ അടുത്തതിൽ നമ്മുടെ നെയിം ഓഫ് ഫാമിലി മെമ്പറാണ് കൊടുക്കേണ്ടത്. അത് ആരാണ്? സ്പൗസ് ആണെങ്കിൽ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി താഴെ ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അവിടെ നമ്മൾ ഫാദറിൻ്റെ മദറിൻ്റെ നെയിമും എപ്പിക് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും മാൻഡേറ്ററി അല്ല, ആരെങ്കിലും ഒരാളുടെ നമ്മൾ തൽക്കാലത്തേക്ക് കൊടുത്തേക്കുക. ഇനി നമ്മുടെ വീട്ടിൽ ആരാണോ ലാസ്റ്റ് SIRൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസാണ് അടുത്ത് കൊടുക്കേണ്ടത്. വോട്ടർ ID ഡീറ്റെയിൽസ്. പേരൻറ്റ് നെയിം എക്സിസ്റ്റ് ഇൻ ദ ഇലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് SIR എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റേറ്റും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയും പോളിംഗ് സ്റ്റേഷനും പാർട്ട് സീരിയൽ നമ്പറും എല്ലാം നമ്മുടെ ആ വോട്ടർ IDയിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിലേഷൻഷിപ്പും കൊടുത്തിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് വരും. ആ വോട്ടറുടെ ഡീറ്റെയിൽസ് വന്നതിന് ശേഷം നമുക്ക് താഴെ ഓപ്ഷനുണ്ട് മൈ റിലേറ്റീവ്സ് നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ട്രൽ റോൾ ആസ് പെർ ദ എബോവ് ഡീറ്റെയിൽസ് എന്നുള്ളത് അതിനകത്ത് ടിക്ക് ഇട്ട് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് ഡിക്ലറേഷൻ ഫോമാണ്. ഡിക്ലറേഷൻ ഫോമിൽ ഡേറ്റ് കറക്റ്റായി കൊടുക്കുക. നമ്മുടെ വില്ലേജ് ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ എത്ര നാളായി താമസിക്കുന്നു എന്നുള്ളൊരു ഡേറ്റാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ജനനം മുതൽ അതേ അഡ്രസ്സിലുള്ളവർ. ദെൻ ലാസ്റ്റ് പ്ലേസും ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവുക. ദെൻ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP സെൻഡ് ചെയ്യുക. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. പ്രിവ്യൂ എടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ദെൻ നമ്മൾ അവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നു.
ദെൻ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇ-സൈൻ്റെ പേജിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടുണ്ട്. അവിടെ ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് അറിയാനായിട്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ വോട്ടേഴ്സ് പോർട്ടലിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് അവിടെ നമ്മുടെ റെഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം സബ്മിറ്റഡ് എന്ന്. സബ്മിറ്റ് ചെയ്ത ഡേറ്റും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ വോട്ടർ ID എടുക്കുന്നതിനുള്ള പ്രോസസ്സ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.